ഇന്നത്തെ ഈ ദിവസമെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ തീരത്ത് അറബിക്കടലിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ആ ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാൻ കഴിയുമോ? വലിയ പാരിസ്ഥിതിക ആശങ്കകളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒരു മോചനം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഈ ദിവസവും വാർത്തകൾ ആരംഭിക്കുമ്പോൾ ഉള്ളത്. ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. കണ്ണൂർ അഴീക്കലിൽ അറബിക്കടലിൽ തീപിടിച്ച കപ്പലിലെ തീയുടെ വ്യാപനം കുറയുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടർന്ന് കോസ്റ്റ് ഗാർഡ്. കപ്പലിന്റെ ചരിവ് 18 ഡിഗ്രിയായി. കാണാതായ 4 കപ്പൽ ജീവനക്കാരെ ഇതുവരെയും കണ്ടെത്തിയില്ല. ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുടെ യാത്ര ഇനിയും വൈകും. ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റി. വിക്ഷേപണം മാറ്റിയത് റോക്കറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന്. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. 7 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി ആരംഭിച്ചു. 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹങ്ങൾ ഇന്നോ നാളെയോ നാട്ടിലെത്തിക്കാൻ ശ്രമം. പരിക്കേറ്റ ഒരു മലയാളിയുടെ നില ഗുരുതരം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. 2ാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്ന UDF-ഉം LDF-ഉം. പ്രചാരണം തുടർന്ന് NDA-യും PV അൻവർ. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജീവനക്കാരികൾ 1.5 വർഷത്തിനിടെ നടത്തിയത് 66 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാടുകൾ. ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങിയത് എത്ര രൂപയെന്ന് കണ്ടെത്താൻ പോലീസ്. മൊഴി നൽകാൻ സ്റ്റേഷനിലെത്താതെ ജീവനക്കാരികൾ. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി ബ്രസീൽ. പരാഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് യോഗ്യതാ മത്സരത്തിൽ തോൽപ്പിച്ചു. കൊളംബിയ അർജന്റീന മത്സരം സമനിലയിൽ. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും. മത്സരം ലോർഡ്സ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3-ന്. കിരീടം നിലനിർത്താൻ ഓസ്ട്രേലിയ. ആദ്യ കിരീടം ലക്ഷ്യമിട്ട് ദക്ഷിണാഫ്രിക്ക.